വർഷങ്ങളായിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് മാറാത്ത പൈൽസ് എന്ന മാരകമായ അസുഖം ഈ രണ്ട് പച്ചില മരുന്നും ഉണ്ടെങ്കിൽ ഇത് മാത്രമല്ല ഈ കാണുന്ന കുറച്ച് പച്ചില മരുന്നും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സ്വിച്ച് ഇട്ടാണെങ്കിൽ മാറും. അത് ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറുന്നില്ല. നിങ്ങൾക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റും. ലക്ഷങ്ങൾ ചിലവാക്കി മാസങ്ങൾ വർഷങ്ങൾ എടുത്ത് മാറാത്ത അസുഖമാണ് നിസ്സാരം 3 ദിവസം കൊണ്ട് മാറി വരുന്നത് കേട്ടോ. ഈ നെല്ലിക്ക വലിപ്പമുള്ള ഈ മരുന്നാണ് കേട്ടോ. 3 ദിവസം കഴിച്ചാൽ മതി. നിങ്ങളെ പൈൽസ് എന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ ഭയങ്കര ബൈക്ക് യാത്ര ചെയ്യാൻ വയ്യ, ബാത്റൂമിൽ പോകാൻ വയ്യ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കുള്ള ശാശ്വത പരിഹാരം ഈ മരുന്ന് 3 ദിവസം കഴിച്ചാൽ, ഈ നെല്ലിക്ക വലിപ്പമുള്ള ഈ മരുന്ന് 3 ദിവസം മാത്രം കഴിച്ചാൽ മതി. നമ്മൾ ക്ലിനിക്കിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ സൈഡിലൊന്ന് കാണിച്ചേ. ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് അകത്തോട്ടൊന്ന് കയറി കണ്ടുനോക്കാം എത്ര പേരുണ്ടെന്നും ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയാലോ. അത്യാവശ്യം തിരക്കുള്ള സമയം കേട്ടോ. ഇവിടെ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അന്ന് നമുക്ക് കയറി നോക്കാം. 2 minutes. കൺജസ്റ്റഡ് കേട്ടോ. തിരക്കി നല്ല തിരക്കിക്കുന്ന സമയത്താണ്. അതെ, ഇങ്ങോട്ട് നോക്കേ. നമ്മൾ കേരളത്തിൽ നിന്നുണ്ട്, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ബ്രോ, ഇവിടെ നമ്മൾ എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്? രാവിലെ 9 മണി. 9 മണി. എത്ര മണിയുണ്ട്? അപ്പോൾ 5 മണി ഉണ്ടല്ലേ? രാവിലെ 9 മണി തൊട്ട് 5 മണി. ഞാൻ ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടത്. ഇത് ഡോക്ടറാണ് കേട്ടോ. എല്ലാ ക്ലിനിക്കും ഇതൊക്കെ ഡോക്ടേഴ്സ് കാണൂല്ലേ? എല്ലാ ക്ലിനിക്കിലും തീർച്ചയായിട്ടും ഡോക്ടറാണ്. ഒരു പ്രാവശ്യമെങ്കിലും അവരെ കൊണ്ടൊന്ന് കാണിക്കും. ഒരു പേഷ്യന്റിനെ കാണിച്ചിട്ട് അന്നത്തെ മരുന്നെടുക്കാം. ഓൺലൈൻ ഡെലിവറി ഉണ്ടോ എന്ന് വെച്ചാൽ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. ബട്ട് എന്നാലും ഒരു പ്രാവശ്യം വന്ന് കാണുക കേട്ടോ. ഇത് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? ഇത് കർണാടക പുത്തൂറാണ്. കാസർഗോഡ് നിന്ന് ഒരു 50 കിലോമീറ്ററാണ് ഇരിക്കുന്നത്. 50 കിലോമീറ്റർ മാറിയിട്ട് ഇവിടെ നല്ല തിരക്കാണ്. പുറത്തൊന്നും വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. കാരണം അത്രയും പേഷ്യൻസ് ഇവിടെ വരുന്നത് കൊണ്ടാണ് കേട്ടോ. പല ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു, പല ആൾക്കാർക്കും മറച്ച് വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. മുണ്ടെടുത്തുകൊണ്ട് വരെ നടക്കാൻ പറ്റും ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ. പാടാണ്. അതാണെങ്കിൽ ബൈക്ക് യാത്ര ചെയ്യാൻ പറ്റും, പാടാണ്. ഒരു സീറ്റ് സ്ഥിരമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവേഴ്സിനായിരിക്കും കൂടുതൽ ഈ അസുഖം വരുന്നില്ലേ? ഡ്രൈവേഴ്സും ടൈലർസും ഒരേ സ്ഥലത്ത് കൂടുതലായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കും അബ്സോർബ് ആവുന്നതുകൊണ്ടും പറയാം. അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടും വരുന്ന പറയാൻ പറ്റും. നമ്മളെ പേരൻസിന് ഉണ്ടായാലും പ്രശ്നങ്ങൾ വരും. നോൺ വെജ് കഴിച്ചാലും വരും. ആൽക്കഹോൾ കൺസംഷൻ കൂടുതൽ ഉണ്ടായാലും അങ്ങനത്തെ ആൾക്കാർക്കും ഇത് വരുന്നുണ്ട്. സാർ എവിടുന്നാണ് വന്നേ? ഞാൻ കാസർഗോഡ് ബന്ദിയോട് എന്ന് പറയുന്ന സ്ഥലത്ത്. എന്താണ് പ്രശ്നത്തിന് വന്നത്? ഞാൻ വന്നത് പിന്നെ എനിക്ക് ഫൈൽസിന്റെ ബുദ്ധിമുട്ടുണ്ട്. കുറേ വർഷമായി. ഞാൻ കുറേ മരുന്നെല്ലാം എടുത്തിന്. അത് അതിലൊന്നും പിന്നെ മാറ്റം കണ്ടില്ല. ഇവിടെ വന്നിട്ട് ഒരു 10-30 ദിവസം മരുന്ന് കഴിച്ചാൽ കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ച് മാറ്റം കാണുന്നുണ്ട്. ബ്ലീഡിങ് ഉണ്ടായിരുന്നു മുന്നേ. അത് കുറഞ്ഞു വന്നിനി. തല്ലി പുറത്ത് വന്നുണ്ടായിരുന്നു. അതിപ്പോ നമ്മൾ പിന്നെ പുറത്ത് വന്നാൽ ഉള്ളിലേക്ക് എടുക്കണം. എങ്കിൽ കുറച്ച് ഫ്രീ ആയിനത്. അല്ല, ഇപ്പൊ തിരക്കേടില്ലാന്ന് പറയും. കുറവുണ്ട്. ഇത് കണ്ടോ, ഈ നെല്ലിക്ക വലിപ്പമുള്ള ഈ മരുന്നാണ് കേട്ടോ. 3 ദിവസം കഴിച്ചാൽ മതി. നിങ്ങളെ പൈൽസ് എന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ ഭയങ്കര ബൈക്ക് യാത്ര ചെയ്യാൻ വയ്യ, ബാത്റൂമിൽ പോകാൻ വയ്യ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കുള്ള ശാശ്വത പരിഹാരം ഈ മരുന്ന് 3 ദിവസം കഴിച്ചാൽ, ഈ നെല്ലിക്ക വലിപ്പമുള്ള ഈ മരുന്ന് 3 ദിവസം മാത്രം കഴിച്ചാൽ മതി. കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ മാർസില്ലേ? കൃത്യമായിട്ട് മാറി കിട്ടു. അത് ലൈഫ് ലോങ് തിരിച്ചു വരാതെ ഇരിക്കുകയാണെങ്കിൽ 3 മാസം മെഡിസിൻ കഴിക്കണം. 3 മാസം മെഡിസിൻ കഴിക്കണം. ഈ മാതിരി ഇത് 30 പക്കറ്റ് ഉണ്ട്. ഈ ഡബ്ബയിൽ 30 പക്കറ്റ് മെഡിസിൻ ഉണ്ട്. അപ്പൊ ഈ മാതിരി 9 ഡബ്ബ മെഡിസിൻ കഴിക്കണം. 9 ഡബ്ബ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് 3 ഡബ്ബ മെഡിസിൻ വരും. 3 മാസത്തേക്ക് 9 ഡബ്ബ മെഡിസിൻ വരും. ഓക്കെ ഡോക്ടർ, നിലവിൽ നമുക്ക് ഒരു വന്ന അന്ന് തന്നെ അത്യാവശ്യം റിസൾട്ട് അറിയാൻ പറ്റുമോ? വന്ന അന്ന് ഈ ഒരു ഡോസ് മെഡിസിൻ കഴിച്ചിട്ട് 1 മണിക്കൂറിൽ റിസൾട്ട് ഉണ്ടാവും. കൃത്യമായിട്ട് 3 പക്കറ്റ് മെഡിസിൻ, 1, 2, 3 മെഡിസിൻ, 3 പക്കറ്റ് മെഡിസിൻ 18 ഗ്രാം ഇന്റർണൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതേ ദിവസം അവർക്ക് 30% കുറഞ്ഞു കിട്ടും. 30%. നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കി മാസങ്ങൾ വർഷങ്ങൾ എടുത്ത് മാറാത്ത അസുഖമാണ്. ഒരു ദിവസം കൊണ്ട് 30%-ഓളം ഈ പച്ചമരുന്നാണ് ഈ കാണുന്ന ഇത്രയും ഐറ്റം അരച്ചുണ്ടാക്കുന്ന മരുന്നാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഈ ഡോക്ടറെ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന കുറച്ച് പച്ചമരുന്ന് കൂട്ടുന്നുണ്ട്. അതായത് അലോപ്പതിയോ ഹോമിയോ ഒന്നുമില്ല കേട്ടോ. ഈ വെറും പച്ചമരുന്ന് ധൈര്യത്തോടെ കഴിച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ 30% അസുഖം മാറിക്കിട്ടുമെന്ന നിസ്സാര കാര്യമല്ലേ. ഇവരൊക്കെ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അവിടെയാണ് നമ്മളെ മെഷീൻ കണ്ടോ, ഈ കാണുന്ന മെഷീനകത്ത് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇതാണ്ടേ ഈ മെഷീനകത്ത് അരച്ചെടുത്തതാണ് കേട്ടോ. അത് കൂടാതെ ഇങ്ങോട്ട് വരും, ഇതാ ഞങ്ങൾ മെഡിസിൻ എല്ലാം റെഡി ചെയ്തിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കും. ഇത് മാതിരി ഞങ്ങൾ ചെയ്ത് വെക്കും. ഇത് മൊത്തത്തിൽ മരുന്നാ, മൊത്തം മരുന്നല്ലേ? മൊത്തത്തിൽ മരുന്ന് ഉണ്ടാക്കിയിട്ട് റെഡി ചെയ്ത് വെക്കും. ഇത് 10 ദിവസം കഴിയുമ്പോൾ ഈ മെഡിസിൻ നമ്മളിൽ ഒരു ബാച്ച് കഴിഞ്ഞ് കിട്ടൂല്ലേ, തിരിച്ച് ഞങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് ഇതേമാതിരി സ്റ്റോറേജ് ചെയ്ത് വെക്കും. കൊള്ളാം. നിങ്ങൾ ചിന്തിക്കേണ്ട, ഞാൻ ഒന്നുകൂടെ പറയാം, പൈൽസ് എന്ന് പറഞ്ഞാൽ ആ മാരകമായ അസുഖം, മാരകം എന്നേ പറയാൻ പറ്റും. കാരണം അത്രയും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. നേരെ ഒരു കസേരയിൽ പോലും ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഒരു മരുന്ന് ഒരു ദിവസം കഴിച്ചാൽ അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് കഴിച്ചാൽ പൂർണ്ണമായിട്ട് മാറി വരും എന്നാണ് പറയുന്നത്. പൈൽസ് മാത്രമല്ല, വേറെ എന്തൊക്കെയുണ്ട്? ഫൈൽസ്, ഫിഷർ, ഫിസ്തുല, അത് സ്റ്റേജിൽ ഉണ്ടാവട്ടെ. ഒരേ ഡോസ് മരുന്ന് കഴിച്ച് തിരിച്ച് ലഞ്ച് സമയത്തേക്ക് മുമ്പ് ഒരേ ഡോസ് മരുന്ന് കഴിച്ച് തിരിച്ച് ഒരു ഡോസ് രാത്രി കഴിച്ച് ഒരേ ദിവസം 30% അവർക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ. ഞങ്ങൾ ഇവിടെ വരാൻ താഴെ കുറെ പേരുണ്ടായിരുന്നു. നമുക്ക് അവരെ കണ്ട് ജസ്റ്റ് ചോദിക്കാൻ പറ്റി ചോദിച്ചെടുക്കാം. കാരണം പല ആൾക്കാരും ക്യാമറ മുമ്പ് വരാൻ പാടാണ്. കാരണം ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് പുറത്ത് പറയും. പൈസ എന്ന് പറയുമ്പോൾ പിന്നെ പറയേണ്ട, മൂലക്കുരു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്ത് പറയും. അവർക്ക് ധൈര്യത്തോടെ വന്നും മേടിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് കേട്ടോ. ഡോക്ടർ, നമ്മളെ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞില്ല. സാൻമറ ആയുർവേദ ക്ലിനിക് കേരളത്തിലുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, എറണാകുളം ഉണ്ട്, കർണാടകയിലെ 5 സ്ഥലത്തുണ്ട്. പുത്തൂരു, ബംഗളൂരു, മൈസൂരു, ഹുബ്ലി, റായ്ചൂരു. പിന്നെ മഹാരാഷ്ട്രയിലുണ്ട്. മഹാരാഷ്ട്രയിൽ 30 കൊല്ലമായിട്ടുണ്ട്. 30 കൊല്ലമായിട്ട് മഹാരാഷ്ട്രയിലുണ്ട്. പുത്തൂറും മഹാരാഷ്ട്രവും 30 കൊല്ലമായിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും 2 കൊല്ലമായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു വർഷത്തിൽ 50 ക്ലിനിക്കിന്റെ ടാർഗറ്റാണ്. ആന്ധ്ര, ഹൈദരാബാദ് ചെയ്യൂ, അതിലേക്ക് ശേഷം ഗുജറാത്ത് പോകും, പിന്നെ രാജസ്ഥാന്, ദില്ലി, അങ്ങനെ ആ ഭാഗത്ത് ഞങ്ങൾ പോകും. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ട് 12 ക്ലിനിക്ക് ഇപ്പം നിലവിലുണ്ട്. നിലവിൽ എത്ര വർഷം കൊണ്ട് ഡോക്ടർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്? ഞാൻ 30 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തുടക്കം വന്നതേ മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 5 കൊല്ലമായിട്ട് കർണാടകയിൽ പുത്തൂർ പറയുന്ന സ്ഥലത്ത് ഞാൻ മരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കൺസൾട്ടേഷനുക്ക് BMS വൈദ്യരുണ്ട്, ഡോക്ടറുണ്ട്, ക്വാളിഫൈഡ് ഡോക്ടർ ഉണ്ട്. കൺസൾട്ടേഷൻ ഇപ്പം ഞാൻ ചെയ്യൂല. ഏതേ ഒരു പേഷ്യൻറ്റും എൻ്റെ അനുസരിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. കേരളത്തെ പേഷ്യൻറ്റ് കാലിക്കറ്റ്, എറണാകുളം ബ്രാഞ്ചിക്ക് അവിടേക്ക് വിസിറ്റ് ചെയ്യുക. പുത്തൂർക്ക് വരുന്ന ആൾക്കാർക്ക് ഞാൻ പറയാം, ഇവിടെ BMS ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് സ്റ്റേജിലുണ്ടെന്ന് കണ്ടിട്ടാണ് മെഡിസിൻ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് ക്ലിനിക്ക് വന്നാലും അവിടെ ഡോക്ടർ ഉണ്ടായിരിക്കും. ആ ഡോക്ടർ മനസ്സിലാക്കും ഏത് സ്റ്റേജിലുള്ള ലെവലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മെഡിസിൻ തരുന്നത്. അല്ല നമ്മൾ കൊറിയർ അയച്ചു തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ല, കൊറിയർ അയക്കുന്നതിലേക്ക് ബുദ്ധിമുട്ടില്ല. അവർ ഫോണിൽ കറക്റ്റ് ആയിട്ട് അവരെ ഇൻഫർമേഷനും വാട്സാപ്പിൽ അയച്ചു കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടാൽ അയച്ചു കൊടുക്കണം. അത് കൂടാതെ അവരെ അഡ്രസ്സ് പെർഫെക്റ്റ് ആയി അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ, 2 ടെലിഫോൺ നമ്പർ വെച്ച് അയച്ചു കൊടുക്കണം. പിൻകോഡ് നമ്പർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ഇതെല്ലാം ചെയ്താലും ഞങ്ങൾ കൊറിയർ ചെയ്യൂ. അത് ചെയ്യാതെ പകുതി അയച്ചാൽ ഇവിടുന്ന് മെഡിസിൻ പോയി തിരിച്ചു വരൂ. അതാണ് ബുദ്ധിമുട്ട് നടക്കുന്നത്. കേരളത്തും ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് കൊറിയർ കേരളത്താണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് ഞങ്ങൾ എന്ത് പറയാം, നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളെ ആ ഞങ്ങളെ ക്ലിനിക്ക് വിസിറ്റ് ചെയ്തിട്ട് ആടുന്ന് മെഡിസിൻ എടുത്തിട്ട് കഴിച്ചോളി എന്ന് എല്ലാവരും പറയാം. ഒരു പ്രാവശ്യങ്ങൾ നേരിട്ട് വന്ന് അസുഖം മനസ്സിലാക്കിയിട്ട് മരുന്നെടുക്കും. എനിക്ക് അതേ പറയാനുള്ളൂ. ഇവർ കൊറിയറായിട്ടെല്ലാം അയച്ചു തരും. എന്നാലും ഒരു പ്രാവശ്യം ഇത്രയും ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരു ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ എവിടെയെങ്കിലും വന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് മരുന്നെടുക്കാൻ കഴിയും. ഓക്കെ, അതുകൂടാതെ തന്നെ 30 വർഷത്തോളം സാർ ഇപ്പോൾ ഉണ്ട് കേട്ടോ. വൈദ്യരെന്നാ വിളിക്കേണ്ട. വൈദ്യര് 30 വർഷം കൊണ്ട് ഈ മരുന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്നല്ലേ? അച്ഛനും അമ്മ കൈമാറി ഇവിടെ വന്നല്ലേ? അച്ഛന്റെ അമ്മ കൈമാറിയിട്ട് അച്ഛനക്ക് വന്ന്, ഇപ്പൊ അച്ഛൻ നിന്ന് അനക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാന് എൻ്റെ ഫാമിലിയിൽ 3 പിള്ളേരുണ്ട്. ഇവരെ സ്റ്റഡി ചെയ്തിട്ട് ഇവർക്ക് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് ഇത് കൊടുത്തു വരണമെന്ന് പറയുന്ന ആഗ്രഹമാണ്. എല്ലാ ലൈസൻസ്, ആയുഷ് ലൈസൻസ് നമ്മൾക്ക് ലൈസൻസ് ഇരിപ്പുന്നുണ്ട്. കൂടാതെ GMP ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ലൈസൻസ് ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ ഞങ്ങളെ ഇപ്പോൾ മാനുഫാക്ചറിങ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം 2-3 മാസം കൊണ്ട് ഒരു 7000 സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് ഞങ്ങൾ റെഡി ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മാറുന്നുണ്ട്.
ഓക്കെ ഓക്കെ ഓക്കെ. അന്നേരം അത്രയും ആൾക്കാർ വന്ന് ഈ മെഡിസിൻ എടുത്തിട്ട് അവർക്ക് ഉപയോഗം ഉണ്ടായിട്ടാണ്, അവർക്ക് ഗുണം കിട്ടിയിട്ടാണ് അവർ ഇത്രയും ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് മെയിൻ കാരണം. അതിനെല്ലാം മെയിൻ കാരണം ഈ കാണുന്ന പച്ചമരുന്ന് കൂടാണോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വാങ്ങിച്ച് കഴിച്ചു നോക്കണം. റിസൾട്ട് അറിയാൻ പറ്റും, പൂർണ്ണമായിട്ട് റിസൾട്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും.